കഴിഞ്ഞ ദിവസം വൈകുന്നേരം തിരുവനന്തപുരത്തെ തിരുവല്ലത്ത് നിന്ന് വന്ന ഒരു അപകട വിവരമുണ്ടായിരുന്നു. ബൈക്ക് നിയന്ത്രണം വിട്ടിടിച്ച് IT ജീവനക്കാരായ 2 സുഹൃത്തുക്കൾ മരിച്ചു എന്നുള്ളൊരു വിവരം. അതിലിപ്പോൾ നിർണായകമായൊരു വിവരം, ഒരു വഴിത്തിരിവുണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ബൈക്ക് നിയന്ത്രണം വിട്ടിടിച്ചു, അങ്ങനെ അപകടമുണ്ടായി, അതിൽ 2 പേർ മരിച്ചു എന്നുള്ള വിവരം മാത്രമാണ് വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു കാറ് തട്ടിയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ടത് എന്നാണ് തിരുവല്ലം പോലീസ് പറയുന്നത്. കാർ ഡ്രൈവർ വിഷ്ണു കസ്റ്റഡിയിലായിട്ടുണ്ട്. ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. അത് തന്നെയല്ലേ? ആ കാറാണോ എന്നുള്ളത് അറിയണം. എന്തായാലും നിർണായകമായൊരു വിവരമാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഇന്ദു, കഴിഞ്ഞ ദിവസം ഈ ബൈക്ക് നിയന്ത്രണം വിട്ട് അപകടമുണ്ടായി എന്നുള്ള വിവരം മാത്രമാണ് വന്നതെങ്കിൽ, പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. കാർ ഇടിച്ചിരുന്നു, ആ കാറ് തട്ടി ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാർ ഇന്നലെ നിർത്താതെ പോയി, അതിനുശേഷമാണ് ഈ ഡ്രൈവർ ഇപ്പോൾ കസ്റ്റഡിയിലാകുന്നതല്ലേ? അതേ, പൂജ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇന്നലെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഡിവൈഡറിൽ തട്ടി വാഹനം അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു വാർത്ത പുറത്തു വന്നിരുന്നത്. മാത്രമല്ല, ഇന്നലെ ഈ അപകടം നമുക്കറിയാം, 2 ജീവനുകളാണ് ഈ അപകടത്തിൽ പൊളിഞ്ഞത്. 25 വയസ്സ് മാത്രം പ്രായമുള്ള അന്ന ഉമ്മൻ, അതുപോലെ തന്നെ നവീൻ സുധി എന്നിങ്ങനെ 2 വിദ്യാർത്ഥികൾ. ഇവരുടെ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് തിരികെ മടങ്ങി വരും വഴിയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. അങ്ങനെ ഡിവൈഡറിൽ ഇടിച്ച് അപകടമുണ്ടായി 2 പേർ മരണപ്പെട്ടു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത്. പക്ഷെ അതിനുശേഷം പോലീസ് നടത്തിയ ഒരു വിശദമായ അന്വേഷണത്തിലാണ് ഇതൊരു കാറിൽ തട്ടിയാണ് ഈ ഒരു അപകടം സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നത്. പ്രതി വിഷ്ണു എന്തായാലും നിലവിൽ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ ബൈക്കിന്റെ ഹാൻഡില് കാറിന്റെ പിൻവശത്ത് ഇടിക്കുകയും അങ്ങനെ ഇത് നിയന്ത്രണം വിട്ട് മറിയുകയും ചെയ്തതാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇത് പോലീസ് എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ബൈക്കിന്റെ ഹാൻഡിലില് കാറിന്റെ പെയിന്റ് ഉരഞ്ഞ ഒരു പാടുണ്ടായിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം തോന്നി പിന്നീട് CCTV ദൃശ്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചാണ് പോലീസ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നത്. വിഷ്ണുവിനെ മാറാനല്ലൂർ വീട്ടിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ ഹാൻഡിൽ കാറിന്റെ ബാക്കിൽ തട്ടി നിയന്ത്രണം വിട്ട് ഇവർ മറിഞ്ഞു വീഴുന്നത് വിഷ്ണു കണ്ടിരുന്നു. വിഷ്ണു അപ്പോൾ തന്നെ കാറ് നിർത്തി പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഇരുവരും ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് പേടിച്ചു പോയി എന്നാണ് വിഷ്ണു നിലവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് തന്നെ വിഷ്ണു ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ മറ്റാളുകളെ വിളിച്ചുകൂട്ടി ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാനോ ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ 2 പേരും ജീവനോടെ ഉണ്ടായേനെ. പൂജ.